ഈ കഴിഞ്ഞ ഫെബ്രുവരി 28 യുഎസും ഇസ്രയേലൂടെ ചേർന്നിട്ട് ഇറാനെതിരെ ഒരു ശക്തമായ ഒരു സൈനിക മുന്നേറ്റം നടത്തുകയുണ്ടായി. സാധാരണഗതിയിൽ ഇറാനെതിരെ ഇതേ ഒരു സൈനിക മുന്നേറ്റം ഉണ്ടാകുമ്പോൾ അവർ കുറച്ച് ദിവസങ്ങൾ ശേഷമാണ് അതിന് റിറ്റാലിയേഷൻ അല്ലെങ്കിൽ മറുപടി നൽകുന്നത്. പക്ഷെ ഇപ്രാവശ്യം നേരെ തിരിച്ചായിരുന്നു. ആ ഒരു സൈനിക മുന്നേറ്റം ഉണ്ടായ സമയത്ത് തന്നെ ഇറാനും അതേ രീതിയിൽ ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെ തിരിച്ചും അവരും മറുപടി നൽകുകയുണ്ടായി. അപ്പോൾ ഈ യുഎസും ഇസ്രയേലും ഒക്കെ ഇറാനെതിരെ ആദ്യമായിട്ടൊന്നുമല്ല ഈ പറഞ്ഞ സൈനിക മുന്നേറ്റങ്ങൾ നടത്തുന്നതൊക്കെ. അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യം തന്നെയാണ്. ഏകദേശം ഒരു 40 വർഷമായിട്ട് 4 പതിറ്റാണ്ടായിട്ടൊക്കെ നിലനിൽക്കുന്നതാണ് ഈ പറഞ്ഞ യുഎസും ഇസ്രയേലൂടെ ഇറാനെതിരായിട്ടുള്ള ഈ പറയുന്ന സൈനിക മുന്നേറ്റങ്ങളും യുദ്ധങ്ങളും എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തില് ഇറാനെതിരെ യുഎസിനും ഇസ്രയേലിനുമുള്ള പ്രശ്നം എന്താണ് ഇപ്പോഴത്തെ ഈ ഒരു യുദ്ധ സമാനമായ സാഹചര്യത്തിനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയായിരുന്നു, സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള വിശകലനമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ആനന്ദ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ആദ്യം നമുക്ക് ഇറാനെ എന്തുകൊണ്ടാണ് ഇസ്രയേൽ എതിർക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യമായിട്ട് പറയുന്നത്, ഇറാൻ ഇതുവരെ ഇസ്രയേലിനെ ഒരു ലെജിറ്റിമേറ്റ് രാഷ്ട്രമായിട്ട് അംഗീകരിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഹിസ്ബുള്ള, ഹമാസ് പോലുള്ള മിലിറ്റന്റ് ഗ്രൂപ്പുകളെയൊക്കെ ഇറാൻ എന്ത് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രയേലിനെതിരായിട്ട്. മൂന്നാമത്തെ ഒരു കാര്യമായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറാന്റെ കയ്യിൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ ഈ ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ ഇസ്രയേല് അതിന്റെ ഒരു പരിധിയിൽ വരുന്നതാണ്. അപ്പൊ ഈ ബാലിസ്റ്റിക് മിസൈലുകളുടെ റേഞ്ച് കുറയ്ക്കണമെന്ന് പലപ്പോഴായിട്ട് ഇസ്രയേൽ ഇറാനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഇറാൻ അത് എന്ത് ചെയ്തിട്ടില്ല, അംഗീകരിച്ചിട്ടില്ല. ഇനി എന്തുകൊണ്ടാണ് യു എസ് ഇറാനെതിരായിട്ട് നിൽക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പൊ അത് നമ്മൾ 1979 മുതൽ ഉള്ള ഒരു കാര്യമാണിത്. ആ ഒരു ഇസ്ലാമിക് റവല്യൂഷനൊക്കെ ശേഷമാണ് ഇത് യു എസിന് ഇറാനെതിരായിട്ട് ശക്തമായിട്ടുള്ള ഒരു ശത്രുതാ മനോഭാവവും മറ്റുമൊക്കെ വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ ഇതിന്റെ പിന്നിലുള്ള യഥാർത്ഥ കാരണമെന്ന് പറയുന്നത്, ഇറാൻ ഒരു ന്യൂക്ലിയർ ശക്തിയായിട്ട് വളർന്നു വരുന്നു എന്നുള്ളതാണ്. ഇറാന്റെ കയ്യില് നമ്മുടെയൊക്കെ അറിയാവുന്ന കാര്യമാണ്, എൻറിച്ച്ഡ് യുറേനിയം ഉണ്ട്. എൻറിച്ച് യുറേനിയം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ന്യൂക്ലിയർ വെപ്പൺസ് മറ്റും നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. സാധാരണഗതിയിൽ നമുക്ക് പ്രകൃതിദത്തമായി കിട്ടുന്ന യുറേനിയം കൊണ്ട് നമുക്ക് ഒരിക്കലും ഈ പറഞ്ഞ ന്യൂക്ലിയർ വെപ്പൺസോ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്നതിന്റെ കൂട്ട് ന്യൂക്ലിയർ പവർ പ്ലാന്റ്സോ മറ്റോ ഒന്നും നമുക്ക് റൺ ചെയ്യാനോ നമുക്ക് സാധിക്കത്തില്ല. അപ്പൊ ഇറാൻ പലപ്പോഴായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന യുറേനിയത്തിന്റെ എൻറിച്ച്മെന്റ് നടത്തിയിട്ടുണ്ട്. ഇതൊരിക്കലും അമേരിക്കയ്ക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. ഇറാൻ ഒരു ന്യൂക്ലിയർ രാഷ്ട്രമായി മാറുകയാണ് എന്നുണ്ടെങ്കിൽ മിഡിൽ ഈസ്റ്റ് മേഖലയിലുള്ള ആകെ മൊത്തത്തിലുള്ള ആ ഒരു ശക്തി സമത്വത്തെ അത് ബാധിക്കും എന്ന് പലപ്പോഴായിട്ട് നമ്മുടെ യു എസ് എന്ത് ചെയ്തിട്ടുണ്ട്, വാദിച്ചിട്ടുണ്ട്. അതിനൊരു പിന്തുണയും ആര് നൽകിയിട്ടുണ്ട്, ഇസ്രയേൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ പലപ്പോഴായിട്ട് ഈ യു എസ് ആണെങ്കിലും ശരി, ഇസ്രയേൽ ആണെങ്കിലും ശരി, ഇറാന്റെ മേല് സാമ്പത്തിക ഉപരോധങ്ങളും മറ്റും പലപ്പോഴായിട്ട് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് 2015 ലോകത്തിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രങ്ങളായിട്ടുള്ള USA, UK, ഫ്രാൻസ്, റഷ്യ, ചൈന, ജർമ്മനി എന്നീ രാഷ്ട്രങ്ങളുമായി ചേർന്നിട്ട് ഇറാൻ ഒരു ന്യൂക്ലിയർ ഡീലിന് സമ്മതിക്കുകയുണ്ടായി. ആ ന്യൂക്ലിയർ ഡീലിനെ വിളിച്ചത് ജോയിന്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്നാണ്. ഈ ഒരു ഡീൽ പ്രകാരം ഇറാൻ അവരുടെ ന്യൂക്ലിയർ ആയിട്ടുള്ള പ്രോഗ്രാംസിന് ലിമിറ്റ് കൊണ്ടുവരുമെന്നും യുറേനിയത്തിന്റെ ആ ഒരു എൻറിച്ച്മെന്റ് മാക്സിമം ഒരു 3.6% വരെ മാത്രമേ കൊണ്ടുവരുത്തുള്ളൂ എന്നുള്ളതും, അതേപോലെ സ്റ്റോക്ക് പൈലായിട്ട് 300 കിലോഗ്രാം വരെ എൻറിച്ച്ഡ് യുറേനിയം മാത്രമേ സൂക്ഷിക്കത്തുള്ളൂ എന്നുമൊക്കെയുള്ളതായിരുന്നു ഇറാൻ നൽകിയിരുന്ന ഒരു ഉറപ്പ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇന്റർനാഷണൽ ആയിട്ടുള്ള ഏജൻസികളുടെയും സംഘടനകളുടെയൊക്കെ ഇൻസ്പെക്ഷൻസ് ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് അനുവദിക്കും എന്നുള്ളതും ഇറാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതിന് ഒരു ബദലായിട്ട് ഇറാൻ ആവശ്യപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇറാന്റെ മേല് ചുമത്തിയിട്ടുള്ള ആ ഒരു സാമ്പത്തിക ഉപരോധങ്ങളെല്ലാം നീക്കണം എന്നുള്ളതുമായിരുന്നു. പക്ഷെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഈ പറഞ്ഞ 3.6% എൻറിച്ച്ഡ് യുറേനിയം വെച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് ഈ പറഞ്ഞ ന്യൂക്ലിയർ വെപ്പൺസോ മറ്റോ നിർമ്മിക്കാനായിട്ട് സാധിക്കത്തില്ല. ഈ 3.6% എൻറിച്ച്ഡ് യുറേനിയം വെച്ചുകൊണ്ട് നമുക്ക് ഈ പറയുന്ന എന്താ പറയാ ന്യൂക്ലിയർ പവർ പ്ലാന്റുകളും അതേപോലെ മെഡിസിനൽ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ല, ന്യൂക്ലിയർ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റിയിലെ ഒരു സിഗ്നേറ്ററി കൂടിയാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ ഇറാന് ന്യൂക്ലിയർ ടെക്നോളജി സിവിലിയൻ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ, മിലിറ്ററി ആവശ്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ജോയിന്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷന് ഒരു നെഗറ്റീവ് ആയിട്ടൊരു ഇമ്പാക്ട് വരുന്നത് ഡൊണാൾഡ് ട്രംപ് ആദ്യമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ആകുമ്പോഴാണ്. 2018 അമേരിക്ക ഈ ജോയിന്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷനിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല ഇറാന്റെ മേല് പലതരത്തിലുള്ള സാമ്പത്തികപരമായ ഉപരോധങ്ങളും കൊണ്ടുവരികയും ചെയ്തു. അദ്ദേഹത്തിന് ശേഷം വന്ന നമ്മുടെ ജോ ബൈഡനും ഇത് തന്നെ തുടർന്നു പോവുകയായിരുന്നു ചെയ്തിരുന്നത്.
2025 മെയ് മാസം ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ഒരു കണ്ടെത്തൽ നടത്തുകയുണ്ടായി. ഇറാന്റെ കൈവശം 60% എൻറിച്ച്ഡ് യുറേനിയം ഉണ്ട് എന്നും അത് ഏകദേശം 400 കിലോഗ്രാം സ്റ്റോക്ക് പൈലിൽ അടുപ്പിച്ച് വരും എന്നാണ് അവർ കണ്ടെത്തിയത്. ഏകദേശം 60% എൻറിച്ച്ഡ് യുറേനിയം എന്ന് പറയുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞതിന്റെ കൂട്ട് 90% മതി നമുക്ക് ന്യൂക്ലിയർ വെപ്പൺസും മറ്റും ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതായത് ഇറാൻ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ന്യൂക്ലിയർ രാഷ്ട്രമായി മാറുന്നതിന് അടുത്തെത്തിയിരിക്കുന്നു എന്നുള്ളതായിരുന്നു ആ കണ്ടെത്തൽ. അവിടെ മുതലാണ് യഥാർത്ഥത്തിലുള്ള ഇപ്പോഴത്തുള്ള ആ ഒരു പ്രശ്നങ്ങൾക്കുള്ള ട്രിഗറിംഗ് പോയിന്റ് ആയിട്ട് നമുക്ക് വരുന്നത്. അമേരിക്ക എന്താണ് ആവശ്യപ്പെടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാൻ ഒരു തരത്തിലുള്ള ന്യൂക്ലിയർ പ്രോഗ്രാംസും നടത്താൻ പാടില്ല, ന്യൂക്ലിയർ വെപ്പൺസ് ഡെവലപ്പ് ചെയ്യാൻ പാടില്ല, യുറേനിയം എൻറിച്ച് ചെയ്യാൻ പാടില്ല, ഇതുവരെ എൻറിച്ച് ചെയ്തിട്ടുള്ള യുറേനിയങ്ങളെല്ലാം എന്ത് ചെയ്യുക, കൈമാറുക. ഈ ആവശ്യങ്ങളാണ് അമേരിക്ക മുന്നോട്ട് വെക്കുന്നത്. പക്ഷെ അതേസമയം ഇറാൻ പറയുന്നത് ഇറാൻ യുറേനിയം എൻറിച്ച് ചെയ്യുന്നത് അവരുടെ സിവിലിയൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് റൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ മെഡിക്കൽ ആവശ്യങ്ങൾക്കും എന്നാണ് ഇറാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു യുദ്ധത്തിന്റെ ലക്ഷ്യമായിട്ട് അമേരിക്കയും ഇസ്രയേലും പറയുന്നത് ഇറാനിൽ ഒരു നേതൃമാറ്റം കൊണ്ടുവരിക, ഇറാനിലെ പരമോന്നത നേതാവായിട്ടുള്ള അയത്തുള്ള ഖമേനിക്ക് പകരമായിട്ട് ഒരു പുതിയ നേതാവിനെ കൊണ്ടുവരിക, ഇറാനിൽ ഒരു ജനാധിപത്യ സംവിധാനത്തോട് കൂടിയിട്ടുള്ള ഒരു ഭരണ സംവിധാനം കൊണ്ടുവരിക. ഇതാണ് യുഎസും ഇസ്രയേലും ലക്ഷ്യം വെക്കുന്നത്. പക്ഷെ നമുക്ക് ചരിത്രം നോക്കുകയാണെങ്കിൽ ഇപ്പോ നമ്മുടെ സിറിയയിലാണെങ്കിലും ശരി, അഫ്ഗാനിസ്ഥാനിലാണെങ്കിലും ശരി, ഇവിടൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും അമേരിക്ക ഇവിടേക്ക് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ പോലും അവിടെയൊന്നും ഇതുവരെ ജനാധിപത്യ സംവിധാനങ്ങളായിട്ടുള്ള രാഷ്ട്രങ്ങൾ നിലവിൽ വന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്, അല്ലെ? മാത്രമല്ല ഏറ്റവും പ്രധാനമായിട്ട് ഈ പറയുന്ന ജനാധിപത്യം കൊണ്ടുവരണമെന്നൊക്കെയാണ് പറയുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, ന്യൂക്ലിയർ വെപ്പൺസ് അല്ലെ എൻറിച്ച്ഡ് യുറേനിയങ്ങളും മറ്റും ഇറാന്റെ കയ്യിൽ നിന്ന് കൈവശപ്പെടുത്തുക എന്നുള്ളതാണ് അമേരിക്കയുടെ ഇസ്രയേലിന്റെ ലക്ഷ്യം എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അത് പകൽ പോലെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു യുദ്ധം നീണ്ടു പോവുകയാണ് എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഈ പറയുന്ന ഇറാനെതിരെ ഇസ്രയേലോ അമേരിക്കയോ ഒരു യുദ്ധം നടത്തുമ്പോൾ അത് നമ്മുടെ ആ ഒരു മിഡിൽ ഈസ്റ്റ് മേഖലയെ ആകെ മൊത്തത്തിൽ അത് എന്ത് ചെയ്യും, ബാധിക്കുന്നതായിരിക്കും. അവിടെ ജോഗ്രഫിക്കലായിട്ടാണ് ശരി, സാമ്പത്തികമായിട്ടാണ് ശരി, ജനങ്ങളുടെ ജീവിതത്തിനെയാണ് ശരി, സമാധാനത്തിനെയാണ്, സുരക്ഷയാണ് ശരി, എല്ലാത്തിനെയും കംപ്ലീറ്റ് ആയിട്ട് അത് ബാധിക്കുന്നത് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ തന്നെ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകളൊക്കെ നിങ്ങൾ കാണുന്നത് നമുക്കറിയാവുന്നതാണ്, അല്ലെ? ഖത്തറിൽ എന്ത് ചെയ്തു, മിസൈലുകൾ പതിക്കുന്നു, ദുബായിൽ മിസൈലുകൾ പതിക്കുന്നുണ്ട്, അല്ലെ? പല മേഖലകളിലും എന്ത് ചെയ്യുന്നുണ്ട്, മിസൈലുകൾ മറ്റും പതിക്കുന്നുണ്ട്. ജനജീവിതം ആകപ്പാടെ താറുമാറായിരിക്കുകയാണ്. പല അന്താരാഷ്ട്ര വിമാനങ്ങളും മറ്റും എന്ത് ചെയ്തു, റദ്ദ് ചെയ്യുകയുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ അമേരിക്കക്ക് ഈ ഇറാന് ചുറ്റും ഈ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ പല ഭാഗങ്ങളിലായിട്ട് മിലിറ്ററി സെറ്റിൽമെന്റുകൾ ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അമേരിക്കയുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള യുദ്ധക്കപ്പലുകളാണെങ്കിലും ശരി, അതേപോലെ ഫൈറ്റർ ജെറ്റുകളാണെങ്കിലും ശരി, എല്ലാം ഈ പറയുന്ന മിലിറ്ററി സെറ്റിൽമെന്റുകളിൽ എത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. പ്രത്യേകിച്ചും ഈ പറയുന്ന ഖത്തർ, ജോർദാൻ മേഖലകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ഇംപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് വരുന്നത്, ഈ ഒരു യുദ്ധം തുടർന്നു പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളത് ലോക രാഷ്ട്രങ്ങളിലെ സാമ്പത്തിക വ്യവസ്ഥയെ അത് സാരമായിട്ട് ബാധിക്കുന്നതായിരിക്കും. എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ റെഡ് സീയിലൂടെയാണ് നമ്മളെ ലോകരാഷ്ട്രത്തിന്റെ 15% ചരക്ക് ഗതാഗതം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഹിസ്ബുള്ള, ഹമാസ് പോലുള്ള പ്രോക്സി ഗ്രൂപ്പുകളെ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ ഈ റെഡ് സീയിലൂടെയുള്ള ഈ ചരക്ക് ഗതാഗതം വേണമെങ്കിൽ എന്ത് ചെയ്യാവുന്നതാണ്, അവർക്ക് തടസ്സപ്പെടുത്താവുന്നതാണ്. അതിനെക്കാട്ടിലും ഏറ്റവും ഭീകരമായിട്ട് ഒരെണ്ണം വരുന്നത് നമ്മുടെ സ്ട്രെയിറ്റ് ഓഫ് ഹോർത്തൂസിലാണ്. ആ സ്ട്രെയിറ്റ് ഓഫ് ഹോർത്തൂസിലെയാണ് നമ്മുടെ ലോകരാഷ്ട്രങ്ങളുടെ 30% ക്രൂഡ് ഓയിലുകളുടെ ചരക്ക് ഗതാഗതം നടന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധം തുടർന്നു പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഇറാന് ഹോർത്തൂസ് കടലിടുക്കിലൂടെയുള്ള ഈ ക്രൂഡ് ഓയിലിന്റെ ഗതാഗതം തടസ്സപ്പെടുത്താവുന്നതാണ്. ഏകദേശം 30% ഈ ഹോർത്തൂസ് കടലിടുക്കിലൂടെ ക്രൂഡ് ഓയിലിന്റെ ഗതാഗതം നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ക്രൂഡ് ഓയിലിന്റെ ഗതാഗതം തടസ്സപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ അത് ലോകരാഷ്ട്രങ്ങളിൽ ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിപ്പിക്കുന്നതായിരിക്കും. അത് സാമ്പത്തികമായിട്ടുള്ള ഇൻഫ്ലേഷൻസ് മറ്റും കൊണ്ടുവരുന്നതായിരിക്കും. ജനജീവിതം വീണ്ടും താറുമാറാകുന്നത് ആയിരിക്കും. ഇപ്പോൾ ഇറാന് എതിരായിട്ട് യുഎസും ഇസ്രയേലും നടത്തുന്ന ഈ ഒരു അക്രമത്തില് ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള അയത്തുള്ള ഖമേനി കൊല്ലപ്പെട്ടതായിട്ടുള്ള വാർത്തകളും മറ്റും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളില് ഇറാൻ ശക്തമായിട്ട് തന്നെ അമേരിക്കക്കെതിരായിട്ടും ഇസ്രയേലിനെതിരായിട്ടും തിരിച്ചടിക്കും എന്നുള്ളൊരു വാർത്തയും എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്.
എന്ത് തന്നെയാണെങ്കിലും ശരി, എത്രയും പെട്ടെന്ന് ഈ ഒരു യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യം അവസാനിച്ച് സമാധാനം നിലവിൽ വരട്ടെ എന്ന് നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം. താങ്ക് യു.